നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സർവീസ് നിർത്തുന്നു. ദുബായ് കൊച്ചി എയർ ഇന്ത്യ ഡ്രീം ലൈനർ പിൻവലിച്ചു. യാത്രക്കാരെ വീണ്ടും നിരാശരാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ഏക ഡ്രീം ലൈനർ സർവീസായ ദുബായ് കൊച്ചി സർവീസ് എയർ ഇന്ത്യ പിൻവലിച്ചു. ഡ്രീം ലൈനറിന് പകരം എയർ ഇന്ത്യ സർവീസ് നടത്തും. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ ആയിരുന്നു ദുബായ് കൊച്ചി സെക്ടറിൽ സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഇതിന് പകരം സൗകര്യം കുറഞ്ഞതും പഴക്കം ചെന്നതുമായ A321 ആണ് UAEയിൽ നിന്ന് കേരളത്തിലേക്ക് ഇനി സർവീസ് നടത്തുക. 18 ബിസിനസ് ക്ലാസ് അടക്കം 256 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഡ്രീം ലൈനർ. ഇതിന് പകരം സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയിലാകട്ടെ 12 ബിസിനസ് ക്ലാസ് അടക്കം 162 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളിൽ ആവശ്യം വർദ്ധിപ്പിച്ച് നിരക്ക് ക്രമാതീതമായി കൂട്ടുകയാണ് എയർ ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് ട്രാവൽ ഏജൻസി അധികൃതരുടെയും യാത്രക്കാരുടെയും വിലയിരുത്തൽ. ദിവസവും സർവീസ് നടത്തിയിരുന്ന ദുബായ് കൊച്ചി എയർ ഇന്ത്യ ഡ്രീം ലൈനർ പിൻവലിച്ചതോടെ എമിറേറ്റ്സ് അടക്കമുള്ള മറ്റ് വിമാന കമ്പനികളും കേരളത്തിലേക്കുള്ള സൗകര്യം കൂടിയ സർവീസുകളിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതേസമയം ദുബായിൽ നിന്ന് ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കെല്ലാം എയർ ഇന്ത്യ ഡ്രീം ലൈനർ സർവീസ് നടത്തുന്നുണ്ട്. അടുത്തിടെയാണ് UAE കോഴിക്കോട് സെക്ടറിൽ എയർ ഇന്ത്യ വിമാനം പിൻവലിച്ച് പകരം ബജറ്റ് എയർലൈൻ ആയ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്താൻ തുടങ്ങിയത്. ഇത് കാരണം കേരളത്തിലേക്ക് സൗകര്യം കുറഞ്ഞ വിമാനങ്ങളാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. കേരളത്തോടുള്ള എയർ ഇന്ത്യയുടെ വിവേചനമാണിതെന്നാണ് പ്രവാസി മലയാളികളും പരാതി പറയുന്നത്. എയർ ഇന്ത്യ സ്വകാര്യ മേഖല ഏറ്റെടുത്തതോടെ വലിയ പ്രതീക്ഷയിലായിരുന്ന പ്രവാസികൾ ഇപ്പോൾ നിരാശയിലാണ്. എന്നാൽ പുതിയ വിമാനങ്ങൾ വാങ്ങാൻ എയർ ഇന്ത്യ ചെലവഴിക്കുന്നത് കോടികളാണ്. ആഗോള വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഡർ നൽകിയ എയർ ഇന്ത്യ വിമാനങ്ങൾ വാങ്ങാൻ ഏകദേശം $7,000 കോടി ചെലവഴിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്നും ഫ്രഞ്ച് കമ്പനിയായ എയർബസിൽ നിന്നുമാണ് വിമാനങ്ങൾ എയർ ഇന്ത്യ സ്വന്തമാക്കുന്നത്. ബോയിങ്, എയർബസ് എന്നിവയിൽ നിന്ന് യഥാക്രമം 250 വിമാനങ്ങൾ എന്നിവ വാങ്ങാനാണ് എയർ ഇന്ത്യയുടെ നീക്കം. അടുത്ത 10 വർഷത്തിനുള്ളിലാണ് മുഴുവൻ വിമാനങ്ങളും എയർ ഇന്ത്യയുടെ ഭാഗമാകുക. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് എയർ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കൂടാതെ പുതിയ നീക്കത്തിലൂടെ വിപണി വിഹിതം ഉയർത്താനും എയർ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിലെ ധനസമാഹരണം, ഓഹരി വിൽപ്പന തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഇടപാടിനായുള്ള പണം കണ്ടെത്തുക. കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിന് അനുസൃതമായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും എയർ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.